ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ അടുത്ത് കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റമദാൻ നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ തികച്ചും മാനസികമായ ചില ഒരുക്കങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മളങ്ങനെ ബോധപൂർവമുള്ള ശ്രമം നടത്തുന്നില്ല എങ്കിൽ റമദാൻ യാദൃശ്ചികമായി നമ്മളിലേക്ക് വന്നെത്തുകയും റമദാനിനെ നമ്മൾ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയും ചെയ്യുക വഴി ചെറിയൊരു സന്തോഷക്കുറവെങ്ങാനും അനുഭവപ്പെട്ടാൽ റമദാൻ ആയോ, ഇനിയിപ്പം നോമ്പാണല്ലോ എന്ന് പറയുന്ന ഒരു അസ്വസ്ഥതയുടെ കണികയെങ്കിലും നമ്മളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ റമദാൻ നഷ്ടപ്പെട്ടേക്കും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടത്. നേരെ മറിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഒരു അതിഥി കാത്തിരുന്ന് നമ്മളിലേക്ക് വരുന്ന ഒരു അതിഥിയെ പോലെ അതിനെ നെഞ്ചേറ്റു വാങ്ങുവാൻ, ഇഷ്ടത്തോടുകൂടി സന്തോഷത്തോടുകൂടി അതിനെ വരവേൽക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റമദാനിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി നാം ഓരോരുത്തരെയും വ്യക്തിപരമായും കുടുംബപരമായും സമൂഹത്തിലുമൊക്കെ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരെയും മാനസികമായി പ്രത്യേകിച്ച് സന്തോഷത്തോടുകൂടി റമദാനെ വരവേൽക്കാനുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതും നമ്മളുടെയൊക്കെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല റമദാനിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി വരവേൽക്കുന്ന, അത് വിട പറഞ്ഞു പോകുമ്പോൾ സങ്കടത്തോടുകൂടി യാത്ര പറയുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ ഒരു ഇലാഹുമില്ല എന്ന യാഥാർത്ഥ്യം ഈമാനുമായി ബന്ധപ്പെട്ട് അത് എല്ലാ കർമ്മങ്ങളിലും ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് പ്രത്യേകിച്ച് റമദാനിനെ മുന്നൊരുക്കത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനിടയിൽ പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്ന ഒരു ശക്തി നമുക്കിടയിൽ ഉണ്ട് എന്നൊരു ബോധം നമ്മൾ ബോധപൂർവമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത്തരം ശക്തി പിശാചിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്, മനുഷ്യരിലുമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തികഞ്ഞ ഇഖ്ലാസ് എന്ന് പറയുന്നത് ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ്. അള്ളാഹുവിന് മാത്രം എന്ന് അടിവരയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവും കൂടി എന്നതാണ് പലരും, അങ്ങനെ ഒരു കൂടൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു ഇത് അംഗീകരിക്കുകയും ചെയ്യുകയില്ല. നേരെ മറിച്ച് അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന അവനെ കണ്ടുമുട്ടാൻ ഇതുമായി ഇസ്ലാമിന്റെ സകല കർമ്മങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 18 മുതൽ ഉള്ള ആയത്തുകൾ നമുക്ക് സുപരിചിതമാണ്. 2 വട്ടം ഈ സൂക്തത്തിൽ ആദ്യത്തെ 18ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പറയുന്നത്. തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, ബൽ തൻളുർ നഫ്സു മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യനും താൻ നാളേക്ക് വേണ്ടി, ഇന്ന് അവസാനിച്ചാൽ അത് മുതൽ ആരംഭിക്കുന്ന ആ ലോകത്തേക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിരന്തരം നോക്കിക്കൊള്ളട്ടെ. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, വത്തഖുല്ലാഹ്, ഈ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു വെറുതെ എങ്ങനെ ആവർത്തിച്ച് പറയുന്ന ആളല്ലല്ലോ, വളരെ ഗൗരവം ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും അപ്പുറപ്പുറം ഈ സംഗതിയുടെ വത്തഖുല്ലാഹ് വെച്ചിരിക്കുന്നത്. വത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ പണി എന്താണ്? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ നാളേക്ക് വേണ്ടി ശാശ്വതമായ ലോകത്തേക്ക് വേണ്ടി. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഒരു താള് മറിക്കുന്നത് പോലെ ഉള്ളൂ. ഒരു വലിയ പുസ്തകത്തിന്റെ ഒരു പേജ് പോലും വരില്ല. വലിയ പുസ്തകം കഴിഞ്ഞ കാലത്ത് ഒരുപാട് ആദം നബി മുതൽ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ശേഷം ഈ ലോകത്ത് ഒരുപാട് കാലം വരാനിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു മറിക്ക് മാത്രമേ നമ്മളുള്ളൂ. ഒരു താളൊരു മറി, അതിന്റെ ഇടയിൽ നമ്മളുടെ അവസരം കഴിഞ്ഞു. ഇനി അന്ത്യനാള് അങ്ങോട്ടുകൂടെ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണെങ്കിലോ, പരലോകം കൂടിയാണ് കൂട്ടുകയാണെങ്കിലോ, ഇതൊരു മറിക്കുമില്ല. അതുകൊണ്ടാണ് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും ഇല്ല, കടലിലെ ഒരു തുള്ളി വെള്ളത്തിന്റെ അളവ് പോലും അത് വരില്ല ദുനിയാവ് എന്ന് അള്ളാഹു പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിനെ പറ്റി പറയാനുള്ള കാരണം അതാണ്. അറ്റമില്ലാത്ത ലോകം എത്ര നീളുന്നോ അതിനനുസരിച്ച് ഇത് കുറഞ്ഞ് ഒന്നുമല്ലാത്ത, ഒരു ബിന്ദു പോലും അല്ലാത്തൊരവസ്ഥ വരാനിരിക്കുന്ന ഒരു ജന്മമാണ് ഇഹലോകത്തെ ജന്മം. ഈ ജന്മം പടച്ച തമ്പുരാന് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ എന്നതാണ് പരീക്ഷണം. അള്ളാഹുവിന് മാത്രമായി ഇത് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? അതാണ് ഇഖ്ലാസ്. അത് വലിയൊരു ജിഹാദാണ്. അതുകൊണ്ടാണ് വലിയ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ റസൂല് പറഞ്ഞത്, അതിനേക്കാളും വലിയൊരു യുദ്ധത്തിലേക്കാണ് കേട്ടോ നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മിപ്പിച്ചത്. സ്വന്തത്തോടുള്ള അള്ളാഹുവിന് മാത്രമാണ് ഞാൻ ഈ ഇരിക്കുന്നത് വന്നത്, അല്ലെങ്കിൽ ഇനി പോകുന്ന നിങ്ങളുടെ സമയവും. ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോൾ, മലമൂത്ര വിസർജന വേളയിൽ പോലും എന്റെ റബ്ബിന്റെ പുണ്യം എനിക്കിതിൽ കിട്ടും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യേണ്ട മനുഷ്യൻ, അതിനു വേണ്ടിയിട്ടല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് സമയവും അള്ളാഹുവിനെ ഇതൊക്കെ പാർക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചാൽ അവന്റെ കഥ കഴിഞ്ഞു. അതാണ് ജൂതന്മാര്, ക്രിസ്ത്യാനികള്. ഇതൊന്നും സാധിക്കുകയില്ല, അതൊക്കെ പ്രയാസമാണ്, സാധിക്കാത്ത ഒന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞതാണ് ഈ കാര്യം, ഇത് സാധിക്കുന്ന കാര്യമാണ്. അതാദ്യം വിശ്വസിക്കണം. സദാസമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഏതെങ്കിലും നിമിഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കാൻ സാധിക്കും. അതിനാണ് തൗബ. പഠിച്ചവനെ, നിന്റെ ഓർമ്മയിലല്ലാതെ എനിക്ക് ഇന്ന സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് അതുകൂടെ തിരിച്ചുതാ എന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കാനുള്ള അവസരവും മനുഷ്യനുണ്ട്. ആ സമയമൊക്കെ സന്ദർഭമൊക്കെ തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ കാലഘട്ടത്തെ വളരെ ചെറിയ നിസ്സാരപ്പെട്ട എന്ന് പറയാവുന്ന, അതുകൊണ്ടാണ് ഒരു വൈകുന്നേരമോ പൂർവാഹ്നമോ അല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്ന് മനുഷ്യന് തോന്നും. ഈ കാലഘട്ടത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അത് പറയുന്നു. അതിന് മാത്രം ചെറുതാണ്. അൽ കഹ്ഫിലെ ഗുഹവാസികളെ കുറിച്ച് 3 നൂറ്റാണ്ട് കിടന്നിട്ടും അവർക്ക് തോന്നിയത് ഇപ്പോ ഒന്ന് ഉറങ്ങി നീറ്റതുപോലെ.
ഈ അവസ്ഥയിലേക്ക് മാറ്റപ്പെടാനുള്ള ഈ നാളുകളെ അള്ളാഹുവിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്, കളങ്കമില്ലാതെ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം. നേരെ മറിച്ച് ഒരു സെക്കൻഡ് പോലും അള്ളാഹു തുടർന്ന് പറയാൻ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോയവനെ പോലെ ഒരു നിമിഷം പോലും അള്ളാഹുവിനെ മറക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അങ്ങനെ മറന്നു പോകുന്ന, ഒരുപാട് മറന്നുപോയ, സ്ഥിരമായി നടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ഒരു ലാഞ്ചന പോലും നിങ്ങളിൽ ഉണ്ടാവരുത്. അതുപോലെ നിങ്ങളായി തീരരുത്. അങ്ങനെ അവർ അവരെ തന്നെ മറന്നു കളയും. അങ്ങനെ മുന്നോട്ട് പോയി അതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും? അവർ അവരെ തന്നെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അക്കൂട്ടരത്ര തമ്മാടികളായ ആളുകൾ, സ്വന്തത്തെ അള്ളാഹുവിനെ മറക്കുക വഴി സ്വന്തത്തെ മറന്നുപോയ ആളുകൾ, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തമ്മാടികൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇങ്ങനെ ഈ രണ്ടവസ്ഥയും, അള്ളാഹുവിനെ പറന്ന് ആ സ്വന്തത്തെ മറന്നുപോയവനും സദാസമയം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ ഒരുപോലെയല്ല. ലാ യസ്തവി അസ്ഹാബുൻ നാരി, രണ്ടാമത് പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, അവർ നരകത്തിന്റെ അവകാശികളാണ്. മറ്റത് അസ്ഹാബുൽ ജന്നയാണ്. മറ്റൊരു വിഭാഗമോ സ്വർഗവും നരകവുമായിട്ടാണ് ഇത് പരിലസിക്കുക. ഈ നിരന്തരമുള്ള ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ നിർബന്ധമായും ഒരു ദിവസം പറയേണ്ട 17 തവണ നിർബന്ധമായും പറയേണ്ട അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് എന്റെ അടിമത്വം, വിധേയത്വം എന്ന് പറയും. നിന്നോട് മാത്രമാണ് എന്റെ പ്രാർത്ഥന എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അതേപോലെ തന്നെ അതിനല്ലാതെ, നേരത്തെ സൂചിപ്പിച്ചു ഞാൻ, അതിനല്ലാതെ പടച്ചിട്ടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് വേണ്ടി സമർപ്പിതനായ രാപ്പകലുകൾ, ഉറക്കം ഉൾപ്പെടെ അള്ളാഹുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ പടച്ചിട്ടില്ല, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉറപ്പുവരുത്തുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെ അല്ലേ എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. ഖാലൂ ബല, അവര് പറഞ്ഞു അതെ. മനുഷ്യൻ പറഞ്ഞു ബല, അതെ. ഷഹീദിന, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഇനി ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അല്ലേ മൻ റബ്ബുക എന്ന ചോദ്യം ഇന്ന് ഖബറിൽ അടക്കപ്പെട്ടാൽ അവിടെ വെച്ചും ചോദിക്കാനുള്ളത് ഞാൻ തന്നെ അല്ലായിരുന്നോ എന്നാണ് അള്ളാഹു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതാണ് ആകാശഭൂമികൾ ഇത് ഏറ്റെടുത്തില്ല എന്ന് പറയാനുള്ള കാരണം. പർവ്വതങ്ങൾ ഇത് ഏറ്റെടുത്തില്ല. ഈ അമാനത്ത് ഖുർആന്, ഈ ഖുർആനാവുന്ന അമാനത്ത് സദാ അള്ളാഹുവിനെ പരിപൂർണമായി സമർപ്പിക്കണമെന്ന ഈ സന്ദേശം പർവ്വതത്തിന്റെ മുകളിലാണ് റമദാനാണ് വരുന്നത് അവതരിച്ചതെങ്കിൽ അത് തകർന്ന് തരിപ്പണമായി പോകുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടും വാലിമും ജാഹിലുമായി നടക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. എന്നാൽ ഇത് ഏറ്റെടുക്കാൻ സാധിച്ചാലോ, ഒരടി അങ്ങനെ നിന്നു കൊടുത്താൽ മതി, അള്ളാഹു നമ്മളുടെ അടുത്തേക്ക് ഓടി വരും, അള്ളാഹു നമ്മൾ സ്വീകരിക്കും. അപ്പൊ പക്ഷെ നമ്മൾ തയ്യാറുണ്ടോ? ഞാനതിനെ തീരുമാനിച്ചിരിക്കുന്നു, ഇനി വേറൊരു ചിന്തയിലേക്കും ഞാനില്ല, ഞാൻ വല്ല ചിന്തയുണ്ടെങ്കിൽ അത് അള്ളാഹു. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 കാര്യങ്ങൾ. അതൊന്നെന്താണ്? അള്ളാഹു നീ അല്ലാത്തതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. രണ്ടാമത്തത് എന്താണ്? നിന്നിൽ നിന്നല്ലാത്തതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. മൂന്നാമത് എന്താണ്? നിന്നിലേക്കല്ലാത്തതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. ഈ 3ഉം എപ്പോഴും ദിക്റായി കൊണ്ടു നടക്കാൻ സാധിക്കണം. നമ്മുടെ ഭാഷയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഈ അർത്ഥം മനസ്സിലെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നോക്കൂ നിങ്ങൾ. അള്ളാഹു നീ അല്ലാത്തതിൽ നിന്ന്, ഇത് നീ തന്നെയാണോ? ഇത് നിന്നിൽ നിന്ന് തന്നെയാണോ? ഇത് നിന്നിലേക്ക് തന്നെയാണോ? അല്ലെങ്കിൽ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയതാ എന്നിൽ നിന്ന് എല്ലാ കാര്യവുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവന്റെ അത്ര സമാധാനം ആസ്വദിക്കുന്ന ഒരുത്തനും ഭൂമുഖത്തുണ്ടാവുകയില്ല. ഇത് നടക്കില്ല എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ തടയിടണം. ഇതിനുള്ളതാണ് ഈ മനസ്സ്, ഇതിനുള്ളതാണ് എന്റെ ശരീരം, ഇതിനുള്ളതാണ് എന്റെ മക്കൾ, ഇതിനുള്ളതാണ് എന്റെ ബിസിനസ്, ഇതിനുള്ളതാണ്, ഇതിൽ നിന്ന് തെന്നാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതൊരു ജിഹാദാണ്. അതാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് വലിയൊരു ജിഹാദിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല, നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ്. എത്ര വട്ടമാണ് നമ്മളോട് പറയിപ്പിക്കുന്നത്? അത്ര വട്ടം പറയിപ്പിക്കേണ്ടതുണ്ടോ? ബാങ്കും ഇഖാമത്തും അതിൽ നിന്നൊക്കെ തുടങ്ങി നമ്മളിങ്ങനെ ഓരോ ഒരു റക്അത്ത്, ഒരു വക്ത് നമസ്കാരത്തിന് എത്ര വട്ടം, എന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എത്ര വട്ടം. ഇത് എത്ര വലിയൊരു സത്യമായതുകൊണ്ട്, ആവേണ്ടതുള്ളത് കൊണ്ടല്ലേ അള്ളാഹു അങ്ങനെ ചൊല്ലിപ്പിക്കുന്നത്. വെറുതെ അർത്ഥമില്ലാത്ത എന്തെങ്കിലും ചൊല്ലിപ്പിക്കുന്നവനാണോ അള്ളാഹു? അള്ളാഹു തന്നെ അല്ലേ വലുത്? നിരന്തരം പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് തെറ്റിയ ആളുകളോ, ഇടപാടുകൾക്ക് യാതൊരു അഡ്രസ്സും ഇല്ല, കൊടുത്തോ വാങ്ങിയോ ആ എഴുതി വെക്കലില്ല, അതേപോലെ പലിശയാണോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നില്ല, സക്കാത്ത് കൊടുത്തോ ഇല്ലേ, അതൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഇഖ്ലാസ് ഇല്ലാതെയാണ് ഈ അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്.
ഇത് സത്യപ്പെടുത്താതെയാണ്, ആ ജീവിതത്തോടെ സാക്ഷ്യപ്പെടുത്താതെയാണ് ഈ അല്ലാഹു അക്ബറും തസ്ബീഹും തഹ്ലീലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അതുകൊണ്ടാണ് മുനാഫിക്കുകളാണ്, അത്തരം മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലേക്കുള്ളതാണ്, അവരുടെ നമസ്കാരം അവർക്ക് നാശമാണ് എന്നൊക്കെ ഖുർആൻ പറയാൻ കാരണം. അതുകൊണ്ട് കുറച്ച് ഗൗരവത്തോടു കൂടി റമദാന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നമ്മൾ നമ്മളെ കുറിച്ച് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ തന്റെ ലക്ഷ്യം അല്ലാഹു മാത്രമാക്കലാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റ്. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ, റസൂലിന്റെ പ്രയോഗമാണ്. രാവിലെ മുഅ്മിനായിരുന്നു മൂപ്പര്, പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും മൂപ്പര് കുഫറിലേക്ക് പോയി. കുഫറിലേക്ക് അയാളുടെ മനസ്സാണ് പോണത്. വയുംസി കാഫിറൻ യുസ്ബിഹു യുംസി മുഅ്മിനൻ യുസ്ബിഹു കാഫിറ. പ്രദോഷത്തിലെ മുഅ്മിനായിരുന്നു, പക്ഷെ നേരം വെക്കുമ്പോഴേക്കും മൂപ്പര് എന്ത് ചെയ്തു? സ്ഥലം വിട്ടു ഇതിൽ നിന്ന്. അത്ര ഇതിന്റെ ഇടയിൽ സംഭവിക്കും. അത് എന്താണ് കാരണം? തന്റെ ഈമാനിനെ ദുനിയാവിലെ ചില സംഗതികൾക്ക് വേണ്ടി മൂപ്പര് എന്ത് ചെയ്തു? മറിച്ചിട്ട് കളഞ്ഞു. അത് നമുക്ക് സംഭവിക്കരുത്. കുറച്ച് പ്രയാസം കേട്ട് കഴിഞ്ഞാൽ, പക്ഷെ അള്ളാഹ് സഹായിച്ചാൽ എളുപ്പമാണ്, രസകരമാണ്, ആനന്ദദായകമാണ്, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ. എന്ത് സംഭവിച്ചാലും അപ്പൊ പുഞ്ചിരിക്കും, മൂപ്പരിങ്ങനെ പുഞ്ചിരിക്കും. ഇതൊക്കെ പ്രതിഫലാണല്ലോ എനിക്ക്. ഈ വേദനക്കും പ്രയാസങ്ങൾക്കും ഒക്കെ അള്ളാഹു ഒരു കാല് വെച്ച് കുത്തിയാൽ പോലും, എന്നിട്ട് അവന് വലിയ വേദന ഉണ്ടാവും, അവൻ ചിരിച്ചുകൊണ്ടാണ് അവനെ നേരിടുക. ഇതിനെനിക്കൊരു കൂലിയാണല്ലോ, വലിയ പ്രതിഫലമാണല്ലോ ഈ വേദനക്ക്, എന്റെ റബ്ബുണ്ടല്ലോ എന്റെ കൂടെ. ഇതൊന്നും ആലോചിച്ചു. ഇത് അവസാനം മരണമുഖത്ത് അവൻ എത്തുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അതാണ് വുജൂഹും യൗമ ഇദിൻ നാഇമ. ചില മുഖങ്ങൾ അന്ന് പ്രശോഭിതങ്ങളായി മാറും. മരണമുഖത്താണ് ആ പ്രശോഭിതങ്ങളായി മാറുന്നത്. മരണത്തെക്കാളും വലുതൊന്നും ഇപ്പൊ ഇവിടെ വരാനില്ലല്ലോ. ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ വരാനുള്ളതാണ്. അവർ ചെയ്ത പ്രവർത്തനങ്ങളാൽ അത് സംപ്രീതമാക്കപ്പെടും. ഫി ജന്നത്തിനാലി, അവർ ഉന്നതമായ സ്വർഗത്തിലേക്കാണ് അവർ കൊണ്ടുപോകപ്പെടുക. അതുകൊണ്ട് മലായിക്കത്തുകൾ പൊതിയും. ഇങ്ങനെയുള്ള ആത്മാവിനെ മലായിക്കത്തുകൾ പൊതിഞ്ഞിട്ട് അത്ഭുതത്തോടു കൂടി കാണും. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ മനുഷ്യൻ എത്തിപ്പെടുന്ന പൊസിഷൻ? നമുക്ക് പറയാം. നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ സുഹൃത്ത്, കൂടെ പഠിച്ച സഹപാഠിയ, അവനൊരു ദിവസം ഇലക്ഷൻ വഴി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു അവരുടെ വിഭാഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയെന്ന് കൂട്ടുക. കൂടെ പഠിച്ച സുഹൃത്താണ്. അങ്ങനെ മുഖ്യമന്ത്രിയായപ്പോ നമ്മളൊരു സാധുവാണ്, നമ്മളിങ്ങനെ കച്ചവടം കാര്യമൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. കൂടെ പഠിച്ച ആള്, ഓൻ പിന്നെ ഓർമ്മ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവനെ തിരക്കിനിടയിൽ വെച്ചൊരു ഫോണ്, ഇന്ന ആളല്ലേ, ഇത് ഞാനാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, എടാ നീ എവിടെയപ്പോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്നേഹപ്രകടനം നടത്തുക. കൂട്ടിക്കോ. അപ്പൊ ആരാണ് ഈ വിളിക്കുന്നത്? ഇവനാകെ അന്തം വിട്ടു. അല്ലാതെ മുഖ്യമന്ത്രിയായ അവൻ നാട്ടിലേക്ക് വരുമ്പോൾ കാഴ്ച ദൂരത്തുനിന്ന് ഞാൻ കാണാൻ ചെന്നിരുന്നു. അവൻ ആ വരുന്ന കാഴ്ച, പക്ഷെ ഞാൻ അങ്ങോട്ട് ചെന്ന് എന്നെ ഒരു ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയുന്നത് പോയി നോക്കാറില്ല. പക്ഷെ അവൻ ഓർത്തെടുക്കുന്നു, ഞാനിതാ നിന്റെ വീടൊന്ന് സന്ദർശിക്കണം, നീ എവിടെയാണ്? അപ്പൊ ബാംഗ്ലൂരിലാണ്. എന്നാ ബാംഗ്ലൂരിൽ ഞാൻ എത്തുമ്പോൾ ഇന്ന ദിവസം വരാം എന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് എന്റെ ഫാമിലിയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ആ വരവ് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവും. നമ്മളിങ്ങനെ കാത്തിരിക്കും അവന്റെ ഡേറ്റ്. അവൻ വീണ്ടും മറന്നോ ഓർമ്മിപ്പിക്കാനും, അതേപോലെ വഴി തെറ്റല്ലോ, ഇവിടെ തന്നെയാണ് കേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞാൽ വേറെ റൂട്ടിന് പോകട്ടോ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അതിനേക്കാളും വലുതല്ലേ കൂട്ടരെ അള്ളാഹു, അതിനേക്കാളും വലുതല്ലേ കൂട്ടരെ റമളാൻ, അതിനേക്കാളും വലുതല്ലേ കൂട്ടരെ ഖുർആൻ, അതിന്റെ സ്വർഗം മലർക്കെ തുറക്കുന്ന ദിനങ്ങൾ. ആ ദിനങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ്! ഒരു സുഹൃത്ത് 5 വർഷത്തെ മുഖ്യമന്ത്രി പദം കിട്ടിയ അവന് ഏതാനും നാളകത്തെ ആ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യമെങ്കിലും അതിനേക്കാളും വലുത് കൊടുക്കേണ്ടതില്ല. ബുദ്ധി ആലോചിച്ചാൽ അത് കിട്ടും. അള്ളാഹു നമ്മളിലേക്ക് വരുന്നു, അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്നു, നമ്മളോട് സംസാരിക്കുവാൻ റെഡിയാവുന്നു. അതുകൊണ്ട് നമസ്കാരവും ദിക്റും ദുആകളുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടണമെങ്കിൽ അതല്പം ലക്ഷ്യബോധത്തോടു കൂടി തന്നെ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മറന്ന് അവസാനം താനാരാണെന്ന് മറന്നപ്പനെ പോലെ അങ്ങനെ നരകത്തിൽ അടിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഗസാലി ഇമാം പറയുന്നത് കാണാൻ സാധിക്കും, ഒരാൾക്കെങ്ങാനും ഇഖ്ലാസ് ഇല്ലാതെ പോയാൽ അവൻ മുശ്രിക്കാണെന്നാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ അയാൾ മുശ്രിക്കാണ്. ഇഖ്ലാസിന്റെ നേർ വിപരീതം മുശ്രിക്ക് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവൻ ശിർക്ക് പങ്കിടും. ഇഖ്ലാസ് ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം നിഷേധിച്ചിട്ട് വരണം. ഒന്നും ഉണ്ടാവാൻ അനുവദിക്കരുത്. എന്നിട്ട് വരണം ഇല്ലല്ലാഹുവിലേക്ക് വരണം. ലോകം മുഴുവൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും ഇഖ്ലാസോട് കൂടിയിട്ടല്ല ഒരു കാര്യമെങ്കിൽ അത് വലിയ നഷ്ടമാണ്. നല്ല കാര്യം എല്ലാം തന്നെ പോട്ടെ, അതിന്റെ പരിണിത ഫലം വളരെ വലിയ ശിക്ഷയാണ് അവർക്ക്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സദഖ കൊടുത്തു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചു, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന ഫേസ്ബുക്ക്, അതാണ് അങ്ങനെയല്ല. ഇപ്പൊ മനുഷ്യന് സെൽഫി എടുത്തിട്ടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് വല്ലാത്തൊരു ആവേശമാണ്. അതിനാരെങ്കിലും ഒന്ന് കയ്യെ പൊക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്.
ഇത് വലിയ നാശമാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട്. എന്നാൽ ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല. ഒരു സദക്ക കൊടുത്താൽ എന്താണ്? നമ്മളൊരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നമാനുദ്യമൊക്കെ വജിഹില്ല, അള്ളാഹുവിന്റെ വജിഹ് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് കുറച്ച് പ്രയാസമുണ്ട്, പക്ഷെ അള്ളാഹ് സഹായിച്ചാൽ നടക്കും. ഇതിനു വേണ്ടി ആ കൂട്ടരോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തെ നീ എപ്പോഴും വിശ്വാസികളോട് ചേർത്ത് നിർത്തുക എന്ന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിരന്തരം അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് നീ പോവരുത്. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഒരു 100 കൊല്ലത്തെ നഷ്ടം വരൂ, അതിന്റെ അപ്പുറത്തേക്ക് ആ നഷ്ടം വരില്ല. അത് ശാശ്വതമായ ലാഭമായി അതിനെ മറിച്ചിടപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ലാ തുശ്രിക ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നരുത്, അന്ന് സംഭവിച്ചു പോകരുത്. കാരണം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ നഷ്ടകരമാണ്, അക്രമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് 5 നേരം ഈ പ്രതിജ്ഞ എടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ. വമഹിയായ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം പെട്ടില്ലേ? ജീവിതത്തിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയവും സാമൂഹിക സാമ്പത്തികവും മലമൂത്ര വിസർജനവും ഭക്ഷണം കഴിക്കലും ഇരിക്കലും നടക്കലും കിടക്കലും ഉറങ്ങലും, ഏതാ ജീവിതത്തിൽ പെടാത്തത് മനുഷ്യന്റെ? ഇത് ആർക്കും തിരിയുന്ന കാര്യമല്ലേ? ഈ ഒരു സത്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോ അത് ഭീകരവാദമാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെവി കൊടുക്കുന്നതിന്? അതിനെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നു? ഇത് റബ്ബിന്റെ പ്രതിജ്ഞയുടെ ജീവിതം മുഴുവൻ കൊടുക്കണമെന്ന്, അതിന്റെ ഇടയിൽ പങ്കുവെക്കാൻ പറ്റില്ല എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് എന്താണെന്ന് അവരോട് ചോദിക്കണം. അത് മരണമാണ്. അതുകൊണ്ട് അള്ളാഹ് മരണവും ചേർത്തു. ജീവിതത്തിന്റെ പുറത്ത് എന്താണുള്ളത്? മരണമാണ്. ആ മരണവും അള്ളാഹുന. ഇതാണ് ഈ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ സത്യമല്ലെങ്കിലോ? 5 നേരം ചൊല്ലുന്ന ഈ പ്രതിജ്ഞ സത്യമല്ലെങ്കിലോ? അള്ളാഹു സഹായിച്ചാൽ ഇത് നടക്കും. ഈ അർത്ഥത്തിൽ വരാൻ നിങ്ങളൊന്ന് ശ്രമം നടത്തി നോക്കൂ. നിങ്ങൾ മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ ഹമ്മ ആഖിറതിഹി കഫാഹുല്ലാഹു ഹമ്മ ദുനിയ. ഒരുവൻ അവന്റെ മുഴുവൻ ചിന്തകളും അള്ളാഹു 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 പരലോകം, അങ്ങനെ അവന്റെ മരണാനന്തരം മാലിക് യൗമിദ്ദീൻ എന്ന ദിവസത്തെ ഓർത്തുകൊണ്ട് അവനങ്ങനെ സദാസമയം കഴിഞ്ഞുകൂടട്ടെ. അങ്ങനെ കഴിഞ്ഞുകൂടിയാലോ കഫാഹുല്ലാഹു ഹമ്മ ദുനിയ, അവന്റെ ദുനിയാവിന് അള്ളാഹു മതി. അള്ളാഹു അവന് ദുനിയാവ് ധന്യമാക്കി കൊടുക്കും. അതെങ്ങനെ സാധിക്കുക? നമുക്ക് കച്ചവടം ആലോചിക്കണ്ടേ, ബിസിനസ് ആലോചിക്കണ്ടേ, നമുക്കിങ്ങനെ വേറെ ചിന്തകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികമായ ചിന്തകൾ പോലും അള്ളാഹുവിൻ്റെതാക്കി മാറ്റും. നിങ്ങൾ ബിസിനസ്സിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ആലോചിച്ചൂടെ, പഠിച്ചോനെ ഞാൻ ഈ എഴുതുന്നത് ആർക്കാണ്, ഈ മെസ്സേജ് ആർക്കാണ്, അല്ലെങ്കിൽ ഇത് തയ്യാറാക്കുന്ന സംഗതി ആർക്ക് വേണ്ടിയിട്ടാണ്, ഇതിനെനിക്ക് പ്രതിഫലം കിട്ടുമോ, അതിലെന്തേ തടസ്സം വരുമോ? ആലോചിക്കുക. അപ്പൊ ആ കർമ്മം എന്തായി മാറി? എല്ലാ കർമ്മവും. ബിസിനസ് സാധനം എടുത്തു കൊടുക്കുമ്പോ, അയാളോട് സംസാരിക്കുമ്പോ, ഒരാൾ ഇങ്ങനെ കച്ചവട സാധനം നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരുമ്പോ നമുക്ക് ചൊല്ലിക്കൂടെ മനസ്സിൽ, പടച്ച തമ്പുരാനെ, ഈ മനുഷ്യൻ എന്റെ അടുത്തേക്ക് വരുന്ന ഈ മനുഷ്യനെ വളരെ മാന്യമായി സ്വീകരിക്കുവാനും വളരെ മാന്യമായി തിരിച്ചയക്കുവാനും അതുവഴി നിന്റെ പ്രതിഫലം ഉറപ്പുവരുത്തുവാനും എനിക്ക് സാധിക്കണേ. അതെന്തായി മാറി? സൽക്കർമ്മമായി മാറി. അത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ആ പ്രാർത്ഥിക്കണം വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുമെന്നതിനാണ് എന്ത് പറയുന്നത്? ഓരോരുത്തർ വരുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റും. ഇയാൾക്കാർ എടുത്തു കൊടുത്തത് കാരണം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അത്താജിർ സ്വദൂഖുൽ അമീൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ. മഅൻ നബിയ്യീന എന്ന് ആദ്യം പറഞ്ഞത്. മഅൻ നബിയ്യൻ, നബിമാരുടെ കൂട്ടത്തിലാണ്. വസിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ. അപ്പൊ ഏതൊരു കർമ്മവും, അതുകൊണ്ടാണ് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്ത്, നിങ്ങൾ ജുമുഅ കഴിഞ്ഞു പോയാൽ ഫന്തസിറു ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ടായിരിക്കണം കച്ചവടം നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഫദ്ൽ തേടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കും. അല്ലെങ്കിലോ പോയി നിങ്ങളുടെ കഥ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വെറുതെയാണ് ആ കച്ചവടം, ആ സമയവും ആ സമ്പാദ്യവും ഒക്കെ വെറുതെയായി. എന്നിട്ടോ അത് നികത്താനാവാത്ത ഒരു വലിയ സംഭവമായി മാറും. തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഞാനൊന്ന് ഇഖ്ലാസോടുകൂടി കച്ചവടം ചെയ്യട്ടെ, ഇനി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഞാനൊരു ഇടപാട് തുടങ്ങട്ടെ എന്ന് ചോദിച്ചാൽ അതിന് അള്ളാഹു സമയം കൊടുക്കുകയില്ല. അതുകൊണ്ട് ഈ ഇഖ്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെങ്ങനെ നേടിയെടുക്കാമെന്നതാണ്. ഇതൊരുപാടായിട്ട് അവരാവട്ടെ ഏകാഗ്രചിത്തരായി, വേറെ എവിടേക്കും തിരിയാതെ ഏകാഗ്രചിത്തരായി ദീൻ മുഴുവനും അള്ളാഹുവിനാക്കിക്കൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ, അങ്ങനെ നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും അല്ലാതെ നാം അവരോട് കൽപ്പിച്ചിട്ടില്ല. അതെത്ര ചൊവ്വായ ദീൻ, മറ്റതൊക്കെ തെറ്റായ ദീനാ. കുറച്ചൊക്കെ അള്ളാഹു കൊടുത്ത് ബാക്കി പോണ വഴിക്കൊക്കെ പോകുന്ന ആ രീതി ഉണ്ടല്ലോ, പോണവന്റെ കൂടൊക്കെ പോകുന്ന ആ രീതി തെറ്റായ ദീന, ഞാൻ കൊടുത്ത ദീനല്ലത്. നേരെ മറിച്ച് പൂർണ്ണമായും അള്ളാഹുവിന് വിധേയപ്പെട്ട് കിടക്കുന്ന ഹനീഫൻ മുസ്ലിമൻ മിനൽ മുശ്രിക്കീൻ പ്രതിജ്ഞ ചൊല്ലണം. നോക്കൂ നിങ്ങൾ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക കലർപ്പില്ലാത്ത അനുസരണമാണ് അള്ളാഹുവിന് വേണ്ടത്.
വേറെ ഒന്നും അതിൽ കൂട്ടിച്ചേർക്കാത്ത അനുസരണമാണ് അള്ളാഹുവിന് വേണ്ടത്. അതേപോലെ തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഓരോ കർമ്മവും നെയ്യത്തനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. 30 നോമ്പുണ്ടെങ്കിൽ 30 നെയ്യത്ത് വേണം. അതിലേതോന്ന് മറന്നുപോയാൽ അത് അള്ളാഹു പുറത്തു തരും. ഓരോ കർമ്മവും അള്ളാഹു വെച്ചിരിക്കുന്നത് നെയ്യത്തനുസരിച്ചാണ്. ഈ നെയ്യത്ത് രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് അസറിന് വിളിക്കുന്നത്, ളുഹറിന് വിളിക്കുന്നത്, മഗ്രിബിന് വിളിക്കുന്നത്, ഇശാക്ക് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇത് തെറ്റിപ്പോവല്ല മോനെ. അതുകൊണ്ട് ഇന്ന സ്വലാത്തി വനുസുക്കി, അതുകൊണ്ട് നല്ല ഒരു പാകപ്പെടുത്തൽ, നാം നമ്മെ തന്നെ നമ്മുടെ കുടുംബത്തെയും മക്കളെയും ഒക്കെ നല്ലൊരു പാകപ്പെടുത്തൽ റമദാനിന് മുന്നോടിയായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ പണി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരലോകവും ഇഖ്ലാസും നിരന്തരമുള്ള ഓർമ്മയായി വരണമെങ്കിൽ ഭൗതികതയിൽ നമ്മൾ ശരിപ്പെടുത്തണം, ദുനിയാവിൽ നമ്മൾ ശരിപ്പെടുത്തണം. ദുനിയാവ് ശരിപ്പെടുത്തിയാൽ തന്നെ അള്ളാഹു ആഖിറം ശരിപ്പെടുത്തും. ഹസനത്തിലേക്കും ഇഹ്സാനിലേക്കും കൊണ്ടുവരണം. അതിനുള്ള ഏക വഴി എന്താണ്? നമസ്കാരത്തോടൊപ്പം സക്കാത്തും കൂടെ കൂട്ടിച്ചേർക്കുക എന്നത് തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഇതല്ലാത്തൊരു വഴി ഇല്ല കൂട്ടര്, വേറൊരു വഴിയില്ല. അതുകൊണ്ട് സക്കാത്തിലേക്ക് പ്രവേശിക്കുക, ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുക, കുടുംബത്തോട് കൂടിയിരുന്ന് എന്ത് ചെയ്യുക, എത്ര വരുമാനമുണ്ട് നമുക്ക് എന്ന്, ഭാര്യയും ഭർത്താവും കുട്ടികളും ഉണ്ടെങ്കിൽ കുട്ടികളും അവരുടെ വരുമാനം കണക്ക് കൂട്ടുക ഈ നോമ്പിന് മുന്നോടിയായി തന്നെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാര്യം കൂടെ വിട്ടുപോയത് സാധ്യതയുണ്ട്, മറന്നുപോയത് സാധ്യതയുണ്ട്, വല്ലെങ്കിൽ എഴുതി വെക്കാൻ വിട്ടുപോയതുണ്ടാവും. അതുകൊണ്ട് കുറച്ചുകൂടെ കാശ് അതിലേക്ക് കൂട്ടിയിട്ട് അതിന്റെ സക്കാത്ത് നിർണ്ണയിക്കുക. അതിലേതൊക്കെ വിഹിതമുണ്ടോ നമ്മൾ അന്വേഷിക്കാം. സംശയം ഉണ്ടെങ്കിൽ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് ആ കണക്ക് കൂട്ടിയിട്ട് ഇത് ഇൻഷാ അള്ളാഹ് വീട്ടുകാരോടും പറയണം, ഇതാണ് എന്റെ സക്കാത്ത്, ഇത്രയും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ടതില്ലാതെ കൊടുത്തതാണെങ്കിൽ നാളെ അള്ളാഹിനോട് നമുക്ക് പറയാം, പഠിച്ചോനെ എനിക്കിങ്ങനെ തോന്നി, പേടി തോന്നി, അഥവാ ഞാൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഒരു പണ്ഡിതന്മാരും കാര്യങ്ങളൊന്നും കൃത്യമായത് വാങ്ങുകയും ചോദിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനവും ഇല്ലാത്ത ലോകത്താണ് അള്ളാഹ് നീ എന്നെ സൃഷ്ടിച്ചത്, അപ്പൊ ഞാൻ കൊടുത്തു പോയതാണെന്ന് നമുക്ക് പറഞ്ഞാൽ രക്ഷയുണ്ട്. കൊടുക്കേണ്ടതുണ്ടായിട്ട് കൊടുത്തിട്ടില്ലെങ്കിലോ? അതാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്. ഞാൻ പറയുന്നതെങ്ങാനും ശരിയായിട്ട് വന്നാലോ എന്നൊരു ചോദ്യം ഓരോ മനുഷ്യനും സ്വന്തത്തോട് ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ആയത്ത്, ഈ ഹദീസ് വളരെ ആർക്കും തിരിയുന്ന ഭാഷയിൽ, നീ ആ വിളവെടുപ്പ് ദിവസം തന്നെ അതങ്ങോട്ട് കൊടുക്ക്. ഇത് സക്കാത്തിനെ കുറിച്ചാണെന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പണ്ഡിതനും ലോകത്തുണ്ടായിട്ടില്ല. കൃഷിക്കാരനോട് പറഞ്ഞു, അപ്പൊ അതങ്ങോട്ട് കൊടുത്തു വീട്ടിയത് എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, അത് മതിയല്ലോ നമുക്ക്. നമ്മൾ കൊടുത്തു വിട്ടാൻ ന്യായമായില്ല. ഇങ്ങനെ ആയത്ത് ഖുർആനിൽ ഉണ്ട് ദാദാ, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അതുണ്ടായിട്ടും കൊടുത്തിട്ടില്ലെങ്കിലോ? ആ ആയത്ത് നീ കേട്ടിട്ടില്ലായിരുന്നോ? അത് കർഷകനോട് ഞാൻ പറഞ്ഞത് നിനക്ക് അറിയൂടായിരുന്നോ എന്ന് ഒരു റുപ്പിയെ കുറിച്ച് അല്ല ചോദിച്ചാലോ? അപ്പൊ അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമായി വരുന്നത് നിസാബെത്തിയാലാണ്. നിർബന്ധമായി വരും, അത് ഉറപ്പാ. അത് ഫറളാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷയാണ് അവർക്ക് വെച്ചിരിക്കുന്നത്. നിസാബ്, ആ നിസാബ് എത്തിക്കഴിഞ്ഞാൽ ഫറളാണ്. അത് നിസാബ് തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. ഞാൻ വീണ്ടും പറയാം, നിസാബ് നോമ്പിന് ശേഷം ഈ വർത്തമാനത്തിന് പ്രസക്തിയില്ല. ഇയാൾ നോമ്പ് കഴിഞ്ഞിട്ട് സക്കാത്ത് തന്നെയാണോ പറയണമെന്ന് ചോദിച്ചേക്കും. എന്നാൽ നോമ്പിന് മുമ്പ് പ്രസക്തിയുണ്ട്, വളരെ പ്രസക്തിയുണ്ട്. നോമ്പിന് ശുദ്ധീകരിച്ച് വേണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അവന് വളർത്തും അല്ലാഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അത് എപ്പോ സംസാരം വരികയാണെങ്കിലും സക്കാത്ത് മിണ്ടിയ അപ്പൊ വരുന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മളെ നാട്ടുകാരുണ്ടല്ലോ, അയൽവാസികളുണ്ടല്ലോ, കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൊഴങ്ങിക്കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, ഇവരുടെ കാര്യക്ക് എന്താ ചെയ്യുക? അത് ഒരു തിരിയായും അങ്ങനെ വരുന്നു. ആരോ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ അങ്ങനെ ചോദ്യം വന്നു. അപ്പൊ ചോദ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ കൊടിയ ഒരു സ്ഥലത്ത് എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചോദ്യത്തെ അഭിമുഖീകരിക്കുക. 20 ലക്ഷം, അയാൾ പറയാം 20 ലക്ഷം രൂപ എനിക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്, ഒരു കണക്കാക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 6 ലക്ഷം കടമുണ്ട്. 6 ലക്ഷം കടമുണ്ട്. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം എന്നാ ചോദിക്കണത്. അപ്പോ കടക്കാർക്ക് സക്കാത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പലപ്പോഴും സൂചിപ്പിച്ചതാ, കടക്കാർക്ക് സക്കാത്തില്ല എന്ന് പറഞ്ഞു കൊടുത്തു മൂപ്പർക്ക്. കടം, ഏറ്റവും വലിയ കടം സക്കാത്താണെന്ന് ഇസ്ലാം ഒരു ഭാഗത്ത് പഠിപ്പിക്കുമ്പോ, പണ്ഡിതന്മാര് മുഴുവനും അതിനെ ശരിവെക്കുമ്പോ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ നേരെ തന്നെ സക്കാത്തിന്റെ സംഘം വന്നിട്ട്, ഭരണകൂടാണെങ്കിൽ ഭരണകൂടം വന്നിട്ട് അതിന്റെ കണക്കെടുത്തിട്ട് ആദ്യം സക്കാത്ത് മാറ്റിയിട്ട് വേണം ഇടപാടുകൾ, അയാളുടെ മറ്റു കടങ്ങളൊക്കെ വിട്ടാൻ. ഇതൊക്കെ എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഇയാൾ ആരോ പഠിപ്പിച്ചിട്ടുണ്ട് കടക്കാരൻ. ബാക്കി എത്ര 6 ലക്ഷം കടമുണ്ടെങ്കിൽ അത്രയും സക്കാത്ത് വരുള്ളൂ. 50,000 സക്കാത്ത് 20 ലക്ഷത്തിന് വരിക. ആ 20 ലക്ഷത്തിന് 50,000, 19 ഈ കുടുംബങ്ങളെ കൊടുക്കാൻ 19,50,000 ഉണ്ടല്ലോ. ഇത് ഇയാൾക്ക് എന്തിനുള്ളതാ? ഇയാൾ അയൽവാസി കൊടുക്കാനും നാട്ടുകാർക്ക് കൊടുക്കുവാനും ഒക്കെ കൂട്ടിച്ചേർത്താണ് ഈ 19 ലക്ഷം ഇയാളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട. പക്ഷെ ഇതിപ്പോ തുടരുത്, ഇത് അട്ടവകാശികളാണ്. ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയണില്ല. മൂപ്പർക്ക് ഇങ്ങനെ അന്തം കെട്ട് കളിക്കാം. എത്ര പറഞ്ഞിട്ടും എത്ര സിമ്പിളാണ്. ഇന്നമ സദഖാത്തുൽ ഫുഖറാ, 7 അട്ടവകാശികൾ.
والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والعارمين وفي سبيل الله وابن السبيل. എന്നിട്ട് അള്ളാഹ് സീല് വെക്കാൻ ഫരീളത്തൻ മിനല്ലാഹ്. ഇതെടുത്ത് കളിക്കരുത്, ഇത് അള്ളാഹുവിന്റെ ഫർള, ഇത് അള്ളാഹുവിന്റെ ഫർള. ഇതിന് ഒരു ഒട്ടകത്തെ കെട്ടുന്ന കയറെടുത്താൽ അതിനുവേണ്ടി യുദ്ധം ചെയ്തു കൊന്നു. ചരിത്രമല്ലേ ഇത്? ഉസ്താക്കന്മാർ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിക്കണ്ടേ? ഓല് ഇങ്ങനെ ഇങ്ങോട്ട് പഠിപ്പിക്കാന്നുള്ളത് മാത്രം പോരല്ലോ, നമ്മൾ ചിലതൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ നിസ്കരിച്ച് അങ്ങനെ വിരിയ എത്ര പള്ളികളാ നിങ്ങൾക്കറിയോ? ഈ പള്ളികളിലൊക്കെ സക്കാത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ ചിത്രം മാറും. പക്ഷേ അത് മിണ്ടാൻ പാടില്ല. എന്നിട്ട് മൂപ്പരിങ്ങനെ എടുത്തു കൊടുക്കുന്നത് സക്കാത്താണ് പോലും. അത് പറഞ്ഞു കൊടുക്കാൻ കുറെ ഫത്വയുടെ ആളുകളും സക്കാത്ത് അങ്ങനെയാണ് സക്കാത്താവുക. ഇയാളുടെ മുതലല്ലേ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ഇന്നാക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇയാളുടെ മുതലല്ലോ സക്കാത്ത്. 19,50,000 അയാളുടെതാ, പക്ഷെ 50,000 അയാളുടേതല്ല, അത് അല്ലാഹു ഫർളാക്കിയതാണ്. അപ്പൊ വിശ്വസിച്ചിട്ടില്ല, അയാൾ ഷിർക്കാണ്. ആ ഷിർക്കം എന്ന് നോമ്പ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഷിർക്കാണെന്ന് ഞാൻ പറഞ്ഞതല്ല. ഈ 50,000 തൊട്ട് അത് അയൽവാസിക്കും നാട്ടുകാർക്കും കൊടുക്കുന്നവൻ മുശ്രിക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവാണ്. അവൻ കൊടിയ ഷിർക്കിൽ അകപ്പെട്ടവൻ. പ്രാർത്ഥിച്ചിട്ടോ നോമ്പ് നോട്ടിട്ടോ കാര്യമില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത് ഫവൈലുൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക് എത്ര സകല നാശവും. ആരാ മുശ്രിക്കുകൾ? അല്ലദീനഹും, അവരുടെ വിഭാഗം ആളുകളാണ്. ലാ യുഅ്തൂന സക്കാത്ത്, സക്കാത്ത് നൽകില്ല അവർ. എട്ടവകാശികൾക്ക് കൊടുക്കേണ്ടത് എട്ടവകാശികൾക്ക് എത്തിച്ചു കൊടുക്കില്ല അവർ. അത് സംഘടിച്ച് ചെയ്യുകയില്ല അവർ. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ തന്നെയാണ് ആഖിറത്തെ നിഷേധിച്ച നിഷേധികളും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ അതങ്ങോട്ട് വിട്ടാൽ ആ സാധനം നമ്മളിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തു വിട്ടു. 2 സമ്പത്ത് നമ്മളിലേക്ക് വരാൻ പാടില്ല. ഒന്നെന്താണ്? പലിശയുടെ സമ്പത്ത്. പലിശയുടെ സമ്പത്ത് എന്റെ പലിശയുടെ വീതം ഞാൻ തന്നെ ഇതിന്റെ പലിശയുടെ വീതാണെന്ന് പറഞ്ഞ് സുഹൃത്തിന് കൊടുത്താൽ എന്തായി മാറും? നമ്മളിലേക്ക് വരും. നമ്മളിലേക്ക് തന്നെ വരല്. മൂപ്പര് കാണുമ്പോൾ ശരിക്കും ഇനി ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കിട്ടിയാൽ തിരക്കില്ല എന്ന് ആഗ്രഹിക്കും. മൂപ്പര് നമ്മളെ സഹായിക്കാനുള്ള ശ്രമം നടത്തും. പരോക്ഷമായിട്ട് ഇന്ന ആളും അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ ശ്രമിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ വരും. സക്കാത്തും അങ്ങനെ തന്നെയാണ് നമ്മളിലേക്ക് വരാൻ പാടില്ല. 2 യുദ്ധപ്രഖ്യാപനം. അത് നമ്മളിലേക്ക് വരുന്ന കോലത്തിലതങ്ങാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പലിശക്കെതിരെ അള്ളാഹുവിന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെങ്ങാനും വന്നത് സക്കാത്തിന്റെ വിഹിതമാണ് എങ്കിൽ അള്ളാഹുവാണ് അവർ ഒട്ടകത്തെ കെട്ടുന്ന കയറാണ് സ്വന്തം കൈകൊണ്ട് അത് ഉപയോഗിച്ചതെങ്കിൽ അതിനെതിരെ ഞാൻ യുദ്ധം നടന്നു. ചരിത്രം പഠിക്കണം നമ്മൾ. യുദ്ധം നടന്നു, കൊന്നെടുക്കപ്പെട്ടു. അതാണ് 2 യുദ്ധ പ്രഖ്യാപനം. ഇത് വന്നിട്ട് പിന്നെ നമസ്കാരം നോമ്പോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകൾ ഒരാൾക്ക് തിരിഞ്ഞാൽ അതാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് ഈ ഭൂമിക്ക് വേണ്ടത്, അള്ളാഹുവിന് വേണ്ടത്, ഈ സമുദായത്തിന് വേണ്ടത്. ആർക്കും തിരിയാതെ പോയാലും ഇത് മുന്നറിയിപ്പായിട്ട് നടത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അധിക പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഇത് മിണ്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയാൻ കാരണം. ഇത് വല്ലാത്ത വിഷയമായിട്ടോ ഗൗരവത്തോടുകൂടി ഉണർത്തുകയില്ല. അവർക്ക് വല്ല നെരിയാണിക്ക് മുതൽ താഴെ വസ്ത്രം വന്നാൽ അത് ഗൗരവമാണ്. അതവർക്ക് തല ഒരാൾ മറച്ചിട്ടില്ലെങ്കിൽ ഗൗരവമാണ്. അതുകൊണ്ടാണ് ഗസാലിമാൻ പറഞ്ഞത് താടി നീട്ടി വളർത്തിയ, അതേപോലെ നമസ്കാര തയമ്പുമായുള്ള നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ധരിച്ച ആളെ കണ്ടിട്ട് അയാൾ പണ്ഡിതനാണെന്ന് നിങ്ങൾ ധരിച്ചു പോകും. സാമ്പത്തികമായ അയാൾ എങ്ങനെയുണ്ട് അത് പരിശോധിക്കാനാണ് റസൂല് പറഞ്ഞത്. സാമ്പത്തികമായ കൈകാര്യം എങ്ങനെയാണ് അയാളുടേത്? അങ്ങനെ സാമ്പത്തിക കൈകാര്യം വിശുദ്ധമാണ് എങ്കിൽ അയാൾ പണ്ഡിതനാണ്. അതാണ് പാണ്ഡിത്യത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് സഹോദരികളെ, റമദാനിന് മുന്നേ ഏറ്റവും വലിയ മുന്നൊരുക്കം പരിശുദ്ധ ഖുർആൻ അതിന്റെ അമാനുഷികതയും ഒക്കെ ബോധ്യപ്പെട്ട് മരണമുഖാമുഖം കണ്ട് ഏത് സമയവും അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന് പറഞ്ഞ് ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് രൂപപ്പെടണമെങ്കിൽ സക്കാത്ത് ശേഖരിക്കണം, പിടിച്ചെടുക്കണം. ഭരണകൂടമുണ്ടെങ്കിൽ പിടിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹുത്ത് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ലാത്ത നേതൃത്വത്തോടാണെങ്കിൽ ശേഖരിക്കാനോ അതേപോലെ സ്വീകരിക്കാനൊക്കെയാണ് അതിന്റെ വാക്കർത്ഥം. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ വതുതഹിറുഹും വതുസക്കിഹിം, അവരെ നിങ്ങൾ ശുദ്ധിയാക്കി, നിങ്ങൾ അല്ലെങ്കിൽ അശുദ്ധിയാണ് അതിങ്ങോട്ട് വാങ്ങിയിട്ട് അതിങ്ങോട്ട് ചോദിച്ചു വാങ്ങിയിട്ട് പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ശേഖരിച്ചിട്ട് നിങ്ങൾ അവരെ ശുദ്ധിയാക്കി എന്നിട്ട് അവരെ വളർച്ചയിലേക്ക് വിടുവിൻ. അതാണ് പരലോകത്ത്. അതല്ലാതെ ശുദ്ധിയാവാൻ വേറെ വഴിയില്ല, ഇഖ്ലാസ് ഉണ്ടാവാൻ വേറെ വഴിയില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇഖ്ലാസിന് പകരം അവിടെ ശിർക്ക് കയറി വരും. ജനം കാണുമ്പോൾ സന്തോഷിക്കുന്നിടത്തേക്ക് നമ്മളും തരം താഴ്ന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം തരം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് സകല നാശവും നേടിയെടുക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ നിന്ന്, അശുദ്ധിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട ഗതികെട്ട അവസ്ഥയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.